of mortuary cell. Freezer. Certificate. ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ചീഞ്ഞളിഞ്ഞ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ബന്ധുക്കൾ ആശുപത്രിക്കെതിരെ പ്രതിഷേധിച്ചു. ഏതാനും ദിവസം മുമ്പ് പൂനെയിൽ വെച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ച ആയൂർ തോട്ടത്ര വെട്ടിക്കൽ വീട്ടിൽ തോമസ് മാത്യു സാലി ദമ്പതികളുടെ മകൻ 32 വയസ്സുള്ള ജോയൽ ജോർജ് മാത്യുവിന്റെ മൃതദേഹമാണ് വികൃതമായത്. പൂനെയിൽ സുഹൃത്തുക്കളോടൊപ്പം ഡാമിൽ കുളിക്കുന്നതിനിടെയാണ് ജോയൽ മുങ്ങി മരിച്ചത്. ബന്ധുക്കളെത്തി മൃതദേഹം അവിടെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ പൂർത്തീകരിച്ച ശേഷമാണ് അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുവാൻ നൽകിയത്. ബുധനാഴ്ച സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് വേണ്ടി മൃതദേഹം തിരിച്ചെടുക്കുന്നതിനായി ബന്ധുമിത്രാദികൾ ആശുപത്രിയിലെ മോർച്ചറി എത്തുകയുണ്ടായി. മോർച്ചറി ജീവനക്കാരൻ ഫ്രീസറിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തപ്പോൾ അസഹ്യമായ ദുർഗന്ധവും ചീഞ്ഞളിഞ്ഞ നിലയിലുമാണ് കാണപ്പെട്ടത്. വിവരങ്ങൾ അന്വേഷിക്കുവാനെത്തിയ ബന്ധുക്കളോട് ആശുപത്രി അധികൃതർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ബന്ധുക്കളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്നും ആരോപിക്കുന്നു. മോർച്ചറിയിൽ വൈദ്യുതി ബന്ധം ഇല്ലാതിരുന്നതാണ് മൃതദേഹം ചീഞ്ഞളിയുവാൻ കാരണമായതെന്നും മുൻപും പലതവണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. മരിച്ച ജോയലിനെ പ്രസവിച്ചതും ഇതേ ആശുപത്രിയിലായിരുന്നുവെന്നും ചികിത്സാ പിഴവ് മൂലം മാതാവ് 2 ദിവസം കഴിഞ്ഞ് മരിച്ചിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവിടെ കൊണ്ടുവന്നു. ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ബോഡി നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ രീതിയിൽ അവിടെ ബോഡി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ സ്റ്റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാം നോർമലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ നമ്മളിവിടെ വന്ന് ബോഡി എടുക്കാൻ വന്നപ്പോഴാണ് ബോഡി ആകെ വീർത്ത് നശിക്കുന്നത്. ഒരു വല്ലാത്ത വെറുതെ രൂപമായിരുന്നു. അങ്ങനെ ഇവിടെ ചോദിച്ചപ്പോൾ എന്താ ഇങ്ങനെ പ്രശ്നം വന്നു വെച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ ഫ്രീസറെല്ലാം ഓണാക്കിയിട്ട് വേറെ പ്രശ്നം. നമ്മൾ ഫ്രീസറിൽ തൊട്ടത് ഫ്രീസറിൽ തണുപ്പേ തൊട്ടപ്പുറത്തെ ഫ്രീസറിനൊക്കെ തണുപ്പുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞ ഫ്രീസർ ഓണാക്കി എന്തോ ഓട്ടോമാറ്റിക്കലി എന്തോ ഓഫായിപ്പോൾ അത് തന്നെ ഓണാവും. ഓട്ടോമാറ്റിക്കലി ഓഫായാലും അത് തന്നെ ഓണാവുമെന്ന് അവർ പറഞ്ഞു. ഇങ്ങനെ അതായത് ഓണാക്കിയിട്ടില്ല. 15 മിനിറ്റ് ആയാലും ഒരു നോർമൽ നമ്മുടെ ഫ്രിഡ്ജിനായാലും കുറച്ച് തണുപ്പ് വേണം. ഇത് ഒട്ടും തണുപ്പില്ല. ഹോസ്പിറ്റൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അവരുടെ വിഷയം കൊണ്ടൊന്നും അല്ല. ഇത് വേറെ എന്താ കറണ്ടിൻ്റെ വിഷയം. നമ്മളിവിടെ വന്നതിന് ശേഷം ഈ ബോഡി എടുക്കാൻ വന്നപ്പോൾ തന്നെ വന്നപ്പോൾ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അതിന് കറണ്ട് പോയത്. ആലോചിച്ച് പോയി. ഇത്രയും യാതൊരുവിധമായ ഇഷ്യൂസ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇൻ ദ പ്രസൻസ് ഓഫ് ദ പോലീസ് ഓഫീസേഴ്സ് ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് 32 വർഷം മുമ്പ് അവരുടെ അമ്മ മരിച്ചതും ഇതേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വയലൻസ് ചെയ്യുന്നില്ല. ഇതേ ഹോസ്പിറ്റലാണ് മദറിനെ ബന്ധുക്കളെ നിർബന്ധത്തിന് വഴങ്ങി തങ്ങളുടെ അശ്രദ്ധ മൂലമാണ് മോർച്ചറിയിൽ വൈദ്യുതി തടസ്സപ്പെട്ട് മൃതദേഹം ചീഞ്ഞളിയാൻ കാരണമായതെന്ന് ആശുപത്രി അധികൃതരിൽ നിന്നും രേഖാമൂലം എഴുതി വാങ്ങിയ ശേഷമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത്. സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശുപത്രിയിലെത്തി പ്രതിഷേധിച്ചു. ഈ ദുഃഖകരമായ സംഭവത്തിൽ ആദ്യം സൂചിപ്പിക്കാനുള്ളത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ മോർച്ചറി ഇപ്പോൾ തന്നെ ഇത് അടച്ചുപൂട്ടണം. കാരണം പല മൃതദേഹങ്ങളും ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ട് ചെല്ലുന്നതിന് മുമ്പ് സ്മെല്ലടിക്കുന്ന ഒരു പലരും പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി ഇപ്പോഴും തന്നെ ഈ മൃതദേഹം വെളിയിൽ പോയതിനു ശേഷം ഇത് അടച്ചുപൂട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ജോയൽ എന്ന് പറയുന്ന യുവാവിന്റെ മൃതദേഹം ഇന്നലെ 10 മണിക്ക് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇന്ന് രാവിലെ വന്നപ്പോൾ വികൃതമാക്കപ്പെട്ട രൂപത്തിലാണ് മൃതദേഹം കാണുന്നത്. വളരെ അനാസ്ഥയാണ്, മൃതദേഹത്തോട് കാണിക്കുന്ന അനാസ്ഥയാണ്. ഇവിടുത്തെ അധികാരികളോട് ഞങ്ങൾ തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ആ വന്ന ബന്ധുക്കളും നാട്ടുകാരും അവരുടെ ആ പയ്യന്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർ സമചിത്തത്തോടെ കൈകാര്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അത്തരത്തിലുള്ളൊരു ഇടപെടൽ അവരുടെ ഭാഗത്ത് നിന്ന് അല്ല. അവർ സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ഗുണ്ടായിസൊന്നും കാണിച്ചാൽ നടക്കില്ല. പോലീസിനെ വിളിച്ചുകൊണ്ട് ഇവിടെ ആൾക്കാരെ വിചാരിച്ചാൽ നടക്കില്ല. ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, അഞ്ചൽ.